ഗായ്സ് ഫൈനലി ഞാൻ എൻ്റെ റൂമിൽ കവർ ചെയ്തല്ലോ. ഗുണ്ടാപ്പി കാണിച്ചത് തീരെ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങളും കൂടെ കണ്ടു. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ റൂം. ഇങ്ങനെ നമ്മള് ചില സമയത്ത് ക്രാഫ്റ്റിന്റെ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഞാൻ നമ്മളെ കളിക്ലോത്ത് ചേച്ചിന്റെ ചാനൽ കണ്ടിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു വാഷ് ടേപ്പ്. വാഷ് ടേപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഈ ഒരു വാഷ് ടേപ്പാണ് കേട്ടോ. എല്ലാം ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കിയാണ്. ഇപ്പൊ 1 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു മുതലും. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? പിന്നെ ഈ ഒരു സ്റ്റാൻഡിൽ ഞാൻ എൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഇതുകളൊക്കെ ചെയ്തത്. അപ്പോൾ എൻ്റെ കട്ടുമ്മയാണ് ഇതൊക്കെ ഇതാക്കുക. പിന്നെ എൻ്റെ സ്റ്റിക്കറുകളൊക്കെ ഞാൻ അങ്ങനത്തെ ഒരു പെട്ടിയിലാക്കി വെച്ച് ഇത് ഞാൻ ചെറിയൊരു അലങ്കാരത്തിന് കൊടുത്താണ്. അപ്പുറത്തെ സിപ്പ് എടുക്കുന്നുണ്ട്. അപ്പുറത്തെ ബാഗ് സെക്ഷനാണ്. കുറേ സെക്ഷനുണ്ട്. ഇപ്പുറത്താണ് ഞാൻ എൻ്റെ ബുക്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ജേർണൽ ചെയ്യാൻ പോകുന്ന ബുക്ക്. ഞാൻ ആസ്തറ്റിക് ആയിട്ടില്ലേ എസ്മത്തെ ഒരു കവറിങ് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും നേരം പണിയിട്ട കടലാസും വേസ്റ്റുകളാണ് ഇതിപ്പോൾ കാണുന്നത്. ഞാൻ കൊണ്ടുപോയി കളയണം. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഞാനെല്ലാം നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടാണ്. നമ്മൾ ആക്രിലിക് കളറൊക്കെ ഇതാ ഇങ്ങനെ കൂട്ടുന്ന ആവശ്യം ഉണ്ടാകുമ്പോൾ എടുക്കാൻ വെച്ചിട്ടാണ്. ഇവിടെ സെല്ലോ ടാപ്പും പിന്നെ ഇങ്ങനത്തെ പിൻസൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ടൈനാപ്പിൾ കാർഡ് ഉണ്ടാക്കിയതാണ്, ആരും നോക്കണ്ട. പിന്നെ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ മുറിക്കുക. കാരണം ഈ ഒരു സ്ഥലം ടൈൽസിൻ്റെ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വെച്ചിട്ട് മുറിക്കാൻ നമുക്ക് എൻ്റെ അപ്പം കട്ടറും കൂടി ഒപ്പിച്ചെന്നിട്ടുണ്ട്. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് ഡെയിലി പ്ലാനറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സാധനം. ഇത് വലിയ സൈസുണ്ട്. പിന്നെ ഞാൻ കുറേ സ്റ്റിക്കി നോട്ട്സ് ഉണ്ടാക്കി തന്നു. കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബീച്ചിൻ്റെ കളക്ഷൻസാണ്. കുറേ കല്ലും മുട്ടിയും അതായത് നമ്മൾ സിപ്പിയൊക്കെ ഉണ്ട് ഇതിൽ. ഇത് ക്രാഫ്റ്റിൽ മാത്രം വെച്ച സാധനമാണ്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ജേർണലിൻ്റെ ഐറ്റംസ്. ഇതൊക്കെ ഈ ഒരു പോട്ട് നിറച്ച് ക്രാഫ്റ്റിൻ്റെ സാധനമാണ്. ഇതിൻ്റെ ക്യൂട്ട് ഈ ക്രാഫ്റ്റിനെ മാറ്റി വെച്ചാൽ ഞാൻ ആട്ടോ ഇതിനെ വർക്ക്സും ചെയ്ത് ആ ഒരു ഇതാണ്. പിന്നെ എൻ്റെ പേന പെൻസിലൊക്കെ ഈ ഒരു കുപ്പിയിൽ ഇട്ടിച്ചിട്ടുണ്ട്. പിന്നെ ബ്രഷ് പെന്നും ഇതുകളും ഇതിൻ്റെ ഇതുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ആ ഭാഗത്ത് അങ്ങനെ ഇതായിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ എൻ്റെ സാധനങ്ങൾ ഈ ഉള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ വണ്ടിയിലായിരുന്നു. അപ്പോൾ ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആദ്യം ഇതൊക്കെ വലിച്ച് വണ്ടിയിടണം, എന്നിട്ട് രണ്ടാമത് ഒതുക്കി വെക്കണം കേട്ടോ. അപ്പോൾ പി പോയി. അപ്പോൾ ടാറ്റ.